പ്രൈസ് ദി ലോർഡ്. എന്നോർക്കെ ഞാൻ തൂത്തുക്കുടിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നു. അവിടെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ അങ്കണമുണ്ട്, ഒരു വലിയ ഗ്രൗണ്ട്. 10,000-ഓളം പേരെങ്കിലും അവിടെ ഒരുമിച്ച് കൂടും. വലിയ കൂട്ടമാണ് അവിടെ. ഈ തമിഴ്നാടിൻ്റെ പ്രത്യേകത, പ്രസംഗിച്ച് അച്ഛൻ പുറത്തിറങ്ങി എല്ലാം കൂടെ ഈ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വരും. എന്തിനറിയോ? തലയിൽ കൈവയ്ക്കാനായിട്ട്. ഈ നായ്ക്കും പറമ്പച്ചൻ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച ഒരു കൈവെപ്പുണ്ട്. സത്യം പറയാം, പോട്ടയിൽ വെച്ച് ഈ അച്ഛൻ ഇങ്ങനെ കാണിച്ചു എനിക്ക് ദേഷ്യം വന്നു. കാരണം ഞാൻ അച്ഛനായിട്ട് പോട്ടയിൽ വന്നേക്കുക. അപ്പം ആളുകളിങ്ങനെ നിൽക്കുകയാണ്. അപ്പം അച്ഛനിങ്ങനെ, ഈ മനുഷ്യർ 1 മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ട് ചുമ്മാ തലയിൽ തൊട്ടിട്ടങ്ങ് അച്ഛൻ എന്നാ മനുഷ്യനെ ഈ കാണിച്ചു കൂട്ടുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അത് വെച്ചില്ലെങ്കിൽ ശരിയാകില്ല എന്ന്. അപ്പം ഞാനിങ്ങനെ അവർ തലയിൽ വെച്ച് വാർത്തി കണ്ടു. ഒരു മതിൽക്കെട്ടിനടുത്ത് ഒരു അപ്പനും അമ്മയും മകളും കൂടെ നിൽക്കുന്നു. ഇവർ മാത്രം മുന്നോട്ട് വരുന്നില്ല. ആളുകൾ വന്നു പോകുന്നു, എല്ലാവരും വന്ന് അവസാനം ഇവർ വരികയാണ്. ഈ അപ്പൻ ഒരു തുണിസഞ്ചി എൻ്റെ കയ്യിൽ തന്നു. തമിഴ് മക്കളിലെ തുണിസഞ്ചി കയ്യിലുണ്ടാവും, അതിൽ ലക്ഷങ്ങളുണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിൽ തന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇതിലെന്താന്ന് ചോദിച്ചു. ഉണ്ടിയലാന്ന് പറഞ്ഞു. ഉണ്ടിയിൽ നിന്ന് തമിഴ്, അതിൻ്റെ മലയാളം സുവിശേഷ കൊടുക്ക. അശോ ഡിവൈനിൽ ധ്യാനിക്കാമെന്നപ്പോൾ അച്ഛൻ തന്നതാണ്. തന്നപ്പോൾ അച്ഛൻ പറഞ്ഞ് ദശാംശം ഇന്ന് ഇതിലിടണം, നിറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുതരണം. അച്ഛൻ ദശാംശിട്ട് ഉണ്ടിയിൽ നിറഞ്ഞു. അച്ഛൻ തരാൻ അച്ഛൻ അന്വേഷിച്ചപ്പോൾ അച്ഛൻ അവിടെയൊന്നും ഇല്ല. അച്ഛൻ സ്ഥലം മാറിപ്പോയി. അങ്ങനെ അച്ഛൻ എവിടെയാണെന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഈ തൂത്തുക്കുടിയിലൂടെ നടക്കുമ്പോഴാണ് യാത്ര ചെയ്യുമ്പോഴെ കണ്ടത് അച്ഛൻ വലിയൊരു ഫ്ലെക്സിൽ ഇങ്ങനെ കുരിശി പിടിച്ച് ആശീർവദിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. അച്ഛൻ്റെ കൺവെൻഷൻ നടക്കുന്നു. അങ്ങനെ ഉണ്ടിയിൽ തരാൻ വേണ്ടി, സുവിശേഷ കൊടുക്ക തരാൻ വേണ്ടി വന്നേ അച്ഛൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ഡിവൈനിൽ കൊടുക്കണം, കൊടുത്തേക്കാം സഹോദരങ്ങളെ. അത് കഴിയുമ്പോൾ ഈ മനുഷ്യൻ പറയാൻ ഒരു വലിയ സാക്ഷ്യമുണ്ട്. എന്താന്ന് ചോദിച്ചു. അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ ചേർത്ത് നിർത്തി തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞ് ഇതെൻ്റെ മകളാണ്. 14-ാമത്തെ വയസ്സിൽ എൻ്റെ മകളുടെ 2 കിഡ്നിയും നഷ്ടപ്പെട്ടതാണ്. 2 കിഡ്നിയും കേടായിപ്പോയി, നഷ്ടപ്പെട്ടു. ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ കൊച്ചിന് ആരോഗ്യമില്ല. ഇങ്ങനെ പെൻസിൽ പോലെ ഇരുന്നാന്ന് പറയണം, ആരോഗ്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ, കിഡ്നി മാറ്റിവെക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ ഈ ഡിവൈനിലേക്ക് ധ്യാനത്തിന് കൊണ്ടുവന്നു. അച്ഛോ, ഞങ്ങൾ അച്ഛൻ്റെ മുറി വന്നില്ല, ഒരു പ്രേക്ഷിതൻ്റെ പ്രേക്ഷിതെടുക്കാൻ ഞങ്ങൾ മകളുടെ രോഗകാര്യം പറഞ്ഞില്ല. അവിടെ കുമ്പസാരം കൗൺസിലും ഒക്കെ ഉണ്ടായി. ഞങ്ങളൊന്നും രോഗകാര്യം മാത്രം ഞങ്ങൾ പങ്കുവെച്ചില്ല. വെള്ളിയാഴ്ച രാവിലെ രോഗികൾക്ക് വേണ്ടിയുള്ള കുർബാന, രോഗശാന്തി കുർബാനയ്ക്ക് അച്ഛൻ വന്നു. അച്ഛൻ ഇങ്ങനെ മെസ്സേജ് കൊടുക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു കർത്താവ് ഒരു വചനം തരുന്നുണ്ടല്ലോ, എസെക്കിയേൽ 13:20. എസെക്കിയേൽ 13:20 പക്ഷികളെ എന്ന പോലെ മനുഷ്യനെ കുരുക്കിലാക്കുന്ന നിന്റെ മന്ത്രചരടുകൾക്ക് ഞാൻ എതിരാണ്, നിന്റെ കരങ്ങളിൽ ഞാനത് പൊട്ടിച്ചു കളയും. പക്ഷികളെ എന്ന പോലെ മനുഷ്യനെ കുരുക്കിലാക്കുന്ന നിന്റെ മന്ത്രചരടുകൾക്ക് ഞാൻ എതിരാ, നിന്റെ കരങ്ങളിൽ ഞാൻ പൊട്ടിച്ചളയും. ഇവിടെ അച്ഛൻ പറഞ്ഞു ഇവിടെ ആരോ മന്ത്രച്ചരട് എലസ് ജപിച്ച് കെട്ടി വന്നിട്ടുണ്ട്, ഇതുവരെ അത് അഴിച്ചു കളഞ്ഞിട്ടില്ല. ഈശോ പറയുന്നു ഇപ്പോൾ അത് പൊട്ടിക്കണം, ഈ കുരിശിന് ചുവട്ടിൽ വെച്ചിരിക്കുന്ന ബക്കറ്റിൽ അത് ഉപേക്ഷിക്കണം. അശു ഞങ്ങളുടെ മകളെ വൈദ്യശാസ്ത്രം കൈവിട്ടപ്പോൾ ഞങ്ങൾ തായത്ത് കാപ്പ് കയറ് കെട്ടിവെച്ചു. മന്ത്രച്ചരട് എലസ്, തമിഴ് പേരതാ, തായത്ത് കാപ്പ് കയറ്. ഞങ്ങൾ മന്ത്രവാദിയുടെ അടുക്കൽ കൊണ്ടുപോയി ജപിച്ച് എലസ് കെട്ടിയിട്ടുണ്ട്. ഉടനെ അത് പൊട്ടിച്ച് ഞാൻ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച ബക്കറ്റിലിട്ട് വെച്ച. ഇതിൻ്റെ രോഗശാന്തി വിളിച്ച് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കിഡ്നി രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്, ഒരു കിഡ്നി രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അച്ഛോ, ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങളുടെ മകളാണത്, മകൾ വിശ്വസിച്ച് ഞാനാണത്. പിന്നെ അവിടെ കിട്ടിയ എല്ലാ ഭക്ഷണവും മകൾ കഴിക്കാൻ തുടങ്ങി. വെള്ളം കുടിച്ച് ഒരു കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ച് ഒരു കുഴപ്പമില്ല. അതിനുമ്പൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു, വെള്ളം കുടിക്കാൻ പറ്റില്ലായിരുന്നു. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. ഡോക്ടറുടെ അടുക്കൽ ചെല്ലുകയാണ് ഞങ്ങൾ. ഡോക്ടർ ചോദിച്ചു എങ്ങനെയുണ്ട്? ഡോക്ടറെ ഒരു കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ക്ലാസ്സിൽ പോകുന്നു, 14 വയസ്സുള്ളൂ, ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കാം.
സ്കാനിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ എഴുന്നേറ്റ് നിന്നിട്ട് ഇവരുടെ കൈ പിടിച്ച് ചോദിച്ചു അത്രേ, എൻ്റെ അടുക്കൽ നിന്ന് ഈ കുട്ടിയുമായി തിരിച്ചു പോയതിന് ശേഷം ഏതെങ്കിലും ആത്മീയ മന്ദിരത്തിൽ പ്രാർത്ഥിക്കാൻ പോയി? എവിടെ? ചാലക്കുടി ഡിവൈൻ റിട്രീറ്റ് സെൻ്റർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ വാക്ക ഞാൻ പറയാൻ പോലെ, ഡോക്ടർ പറഞ്ഞു, മകളുടെ 2 കിഡ്നിയും നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഒരു പുതിയ കിഡ്നി വെച്ച് കൊടുത്ത് മകളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു പുതിയ കിഡ്നി വെച്ച് കൊടുത്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ കുടുംബ താഴ്വാരത്തിലായിരുന്നു, മന്ത്രവാദത്തിന് കൂടോത്രത്തിന്റെ താഴ്വാരത്തിലായി. സഹോദരങ്ങളെ, ആ താഴ്വാരം വിട്ടപ്പോഴാണ് കിഡ്നി രോഗം മാറിയത്. ഒരു പുതിയ കിഡ്നി കർത്താവ് വെച്ചു കൊടുത്ത് താഴ്വാരം വിട്ടപ്പോഴാണ്.